ഏവർക്കും ഹൃദയം നിറഞ്ഞ പ്രണാമം. ഈശ്വരമാർഗത്തിലെ സഞ്ചരിക്കുന്ന ഒരുവന് ചില അനുഷ്ഠാന പദ്ധതികളെ വിധിക്കപ്പെട്ടിട്ടുണ്ട്. അന്ധകരണശുദ്ധിക്കും ജ്ഞാനദാർഢ്യത്തിനും ജ്ഞാനം സ്വീകരിക്കാനുള്ള കഴിവുണ്ടാകുന്നതിനുമൊക്കെയായി അധ്യാത്മ കുതുകികൾക്ക് വേണ്ടി ഗുരുക്കന്മാര് പ്രാണായാമമൊന്നും പ്രത്യാഹാരം നിത്യാനിത്യ വിവേകാദികളായിട്ടുള്ള കാര്യങ്ങള്, ജപം, സ്വാധ്യായം, പ്രവചനം തുടങ്ങിയ കാര്യങ്ങൾ വെച്ചിട്ടുണ്ട്. അതൊക്കെ വളരെ ഭംഗിയായിട്ട് ശ്രദ്ധയോടുകൂടി ചെയ്താല് ആ വ്യക്തിയിൽ ആധ്യാത്മികമായ ഔന്നത്യം, പുരോഗതി ഉണ്ടാകും. യോഗശാസ്ത്രം അത്തരത്തിലുള്ള ഒരു ശാസ്ത്രമാണ്. യമം, നിയമ, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി എന്ന 8 അംഗങ്ങളാണ് യോഗ ശാസ്ത്രത്തിനുള്ളത്. അഷ്ടാംഗ യോഗം എന്ന് തന്നെയാണ് പതഞ്ജലി പ്രണീതമായ ആ ശാസ്ത്രത്തിനെ പറയുന്നത്. യമനിയമാദികളായിട്ടുള്ള ഈ 8 അംഗങ്ങളോടുകൂടിയ യോഗശാസ്ത്രം ഒരുവൻ അനുഷ്ഠിക്കുവാൻ താല്പര്യപ്പെടുന്നുവെങ്കിൽ അയാൾക്ക് വിവിധങ്ങളായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടായി വരും. ഇന്ദ്രിയങ്ങളെ തോന്നിവാസം വിട്ടാല് ഏതു തരത്തിലുള്ള ജീവിതത്തിലും ദോഷമുണ്ടാകും. ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കേണ്ടത് ആർക്കും അവശ്യം ഭാവിയാണ്. പക്ഷെ ഇന്ദ്രിയങ്ങൾ എപ്പോഴും ബഹിർമുഖങ്ങളായിട്ടാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നതെന്ന് കഠോപനിഷത്തിൽ പറയും. പരാഞ്ചിഖാനി വേദന സ്വയംഭൂ തസ്മാത് പരാങ് പശ്യതിന അന്തരാത്മൻ. സൃഷ്ടിക്കപ്പെട്ട കാലം മുതലേ, അല്ലെങ്കിൽ ഈശ്വരൻ സൃഷ്ടി നടത്തിയപ്പോൾ ഇന്ദ്രിയങ്ങളെ ബഹിർമുഖങ്ങളായിട്ട് തന്നെ സൃഷ്ടിച്ചു. അക്കാരണത്താൽ അന്തരാത്മാവിനെ മിക്കവാറും ആളുകൾ അറിയുന്നില്ല എന്ന് ഉപനിഷത്തില് വിവരിക്കുന്നുണ്ട്. ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കേണ്ടതുണ്ട്. ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കേണ്ടത് ഏതൊരുവന്റെയും ആവശ്യമാണ്. അല്ലെ, അവന്റെ ഒരാളുടെ ഊർജം മുഴുവന് ഈ ദശേന്ദ്രിയങ്ങളിൽ കൂടിയും പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണത്. പാഴായി പോയിക്കൊണ്ടിരുന്നാൽ തങ്ങൾക്ക് അത്യാവശ്യത്തിന് ഉപയോഗിക്കേണ്ടി വരുമ്പോൾ ഊർജം കാണത്തില്ല. കറണ്ട് പോയി ഇൻവെർട്ടർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ആവശ്യമില്ലാതെ ഫാനും ലൈറ്റും മിക്സിയും ഒക്കെ ഓൺ ചെയ്തുകൊണ്ടിരുന്നാൽ വളരെ വേഗം ഇൻവെർട്ടറിലെ കറണ്ടും തീരും. അതുകൊണ്ട് ബുദ്ധിമാനായ ആൾ എന്ത് ചെയ്യും? അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രം പ്രവർത്തിപ്പിക്കുകയും ബാക്കിയുള്ളത് ഓഫ് ചെയ്യുകയും ചെയ്യും. അധ്യാത്മ ജിജ്ഞാസുക്കളും ഈ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മുടെ ഇന്ദ്രിയങ്ങളിൽ കൂടി ഉള്ളിലുള്ള ഊർജം മുഴുവൻ അങ്ങനെ പാഴായി പോവാതിരിക്കാൻ ശ്രദ്ധിക്കണം. കാണേണ്ടത് കാണാനും കേൾക്കേണ്ടത് കേൾക്കാനും രുചിക്കേണ്ടത് രുചിക്കാനും ഒക്കെ ഇന്ദ്രിയങ്ങളെ വിവേകമുള്ളതാക്കി തീർക്കണം. അല്ലെങ്കിൽ വിവേകബുദ്ധിയോടുകൂടി ഇന്ദ്രിയങ്ങളെ പ്രവർത്തിപ്പിക്കണം. അപ്പോൾ ഈ തരത്തിലുള്ള ദോഷങ്ങൾ വരാതിരിക്കും. നമുക്ക് ഊർജം കുറച്ചേ ഉള്ളൂ. ആ ഊർജം നല്ല കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കേണ്ടതുണ്ട്. വിശേഷിച്ച് സാധകനായിട്ടുള്ള ഒരുവന് അവന്റെ സാധനയ്ക്ക് വേണ്ടി ഊർജം ഉപയോഗിക്കേണ്ടി വരുമ്പോൾ വെറുതെ പാഴാക്കി കളഞ്ഞാല് സാധന ചെയ്യാനിരിക്കുമ്പോൾ ഊർജം ഉണ്ടാവില്ല. അല്ലെങ്കിൽ സാധനാനുഷ്ഠാനങ്ങള് ബലവത്തരമാവില്ല, ശക്തിപ്പെടില്ല. അതുകൊണ്ട് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാനും ഒരുവൻ പ്രാപ്തനായിരിക്കണം. പിന്നെ നല്ല വിവേചനവും ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ശേഷി ഉണ്ടാകണം. നിത്യാനിത്യ വിവേകം, സാധനാചതുഷ്ടയ സമ്പത്ത് എന്നൊക്കെ നമ്മൾ ചിലപ്പോഴൊക്കെ പറഞ്ഞിട്ടുള്ളതാ. സാധനാചതുഷ്ടയമുള്ളവനെ ആത്മവിദ്യ കരഗതമാവത്തുള്ളൂ. നിത്യാനിത്യ വസ്തു വിവേകം, ഇഹാമുത്ര ഫലഭോഗ വിരാഗം, ശമാധി ഷഡ്ക സമ്പത്ത്, മുമുക്ഷുത്വം, ഇവയാണ് സാധനാചതുഷ്ടയങ്ങൾ. ഈശ്വര സാധനയ്ക്ക് അല്ലെങ്കിൽ ഈശ്വരനെ അറിയാൻ വേണ്ട 4 കാര്യങ്ങൾ എന്നാണ് അതിനർത്ഥവും. അങ്ങനെ സാധനാചതുഷ്ടയം തുടങ്ങിയ കാര്യങ്ങൾ അനുഷ്ഠിക്കേണ്ടതുണ്ട് ഒരാള്. പിന്നെ ജപ സാധന, മന്ത്രസാധന, സമാധി പരിശീലനം തുടങ്ങിയ കാര്യങ്ങളും അയാൾ ചെയ്യേണ്ടതുണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്താല് അയാളെ ഈശ്വരമാർഗത്തില് ഏറെ ഉയർന്നു പോകും.
ഈ കാര്യമാണ് 30-ാമത്തെ ശ്ലോകത്തിലെ ശങ്കരഭഗവത്പാദര ഭജഗോവിന്ദത്തിൽ കൂടി വെളിപ്പെടുത്തുന്നത്. പ്രാണായാമം, പ്രത്യാഹാരം, നിത്യാനിത്യ വിവേകവിചാരം, വ്യാപ്യസമേത സമാധിവിധാനം, കുർവവധാനം മഹദവധാനം. എന്തൊക്കെ ചെയ്യണം? ഒരാള് പ്രാണായാമം ചെയ്യണം. ദിവസവും പ്രാണനെ യമിക്കുന്ന, പ്രാണനെ ഊർജപ്പെടുത്തുന്ന പ്രാണായാമം ചെയ്യണം. പ്രാണായാമം എന്ന് പറഞ്ഞാൽ പ്രാണൻ നമുക്ക് വശപ്പെട്ടിരുന്നാൽ ഏറെ ഉപകാരം ചെയ്യും. ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ ഒന്നാണ് പ്രാണൻ. ഉപനിഷത്തിലെ ഒരു കഥ തന്നെയുണ്ട്. ഇന്ദ്രിയങ്ങളെല്ലാം ഒരിക്കല് ഒരു വാദത്തിലേർപ്പെട്ടു, തർക്കത്തിലേർപ്പെട്ടു. ഞാനാണ് ഏറ്റവും ശ്രേഷ്ഠനായ ഇന്ദ്രിയം. അങ്ങനെ ഓരോ ഇന്ദ്രിയങ്ങളും തങ്ങളാണ് കേമനെന്ന് പറഞ്ഞു. ഒടുക്കം അവരെല്ലാവരും കൂടെ ഒരു തീരുമാനമെടുത്തു. ഓരോ വർഷം ഓരോ ഇന്ദ്രിയങ്ങളും ശരീരത്തിൽ നിന്ന് ഇറങ്ങിപ്പോവുക. പിന്നെ ഒരു വർഷം കഴിഞ്ഞ് തിരിച്ചു വരിക. അങ്ങനെ ആദ്യം കണ്ണിറങ്ങിപ്പോയി, ഒരു വർഷം കണ്ണില്ലാതെ ജീവിച്ചു. പിന്നീട് കാത് കേൾക്കാതെ ഒരു വർഷം ജീവിച്ചു. സ്പർശമില്ലാതെ ഒരു വർഷം ജീവിച്ചു. അപ്പൊ ആ ഇന്ദ്രിയങ്ങൾ മാത്രം പ്രവർത്തിക്കാതെ ജീവിച്ചുകൊണ്ടായിരിക്കും വലിയ കുഴപ്പമൊന്നും വന്നില്ല. അവസാനം പ്രാണൻ പുറത്തേക്ക് ഇറങ്ങാനായിട്ട് തുടങ്ങിയപ്പോൾ ഇന്ദ്രിയങ്ങളെല്ലാം കൂടെ അദ്ദേഹത്തെ നമസ്കരിച്ചു. അങ്ങ് പോവരുതേ, അയ്യോ പ്രാണ പോവരുതേ എന്ന് നിലവിളിയായി. എന്താണെന്ന് വെച്ചാൽ പ്രാണൻ പോയാൽ പിന്നെ ഇവർക്ക് നിലനിൽപ്പില്ല. അങ്ങനെ പ്രാണനാണ് ശരീരത്തിലെ പ്രധാനപ്പെട്ട ആള് എന്ന് എല്ലാവർക്കും ബോധ്യമായതായിട്ടൊരു കഥയുണ്ട് ഉപനിഷത്തില്. ഈ പ്രാണായാമം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. അത് ആധ്യാത്മിക ഉന്നതിക്കും അതേപോലെ തന്നെ ശരീരത്തിന്റെ ആരോഗ്യത്തിനും നല്ലതാണ്. ശരീരത്തിലേക്ക് എല്ലാ ഭാഗത്തേക്കും രക്തം എത്തിക്കുന്ന പ്രധാന ഘടകം പ്രാണനാണ്. പ്രാണൻ ശക്തിയായിട്ട് നിൽക്കുന്നത് കൊണ്ടാണ് തലമുടി മുതൽ പാദത്തിന്റെ അറ്റം വരെ രക്തം അങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. 70,000 കിലോമീറ്റർ നീളമുള്ള ഈ നാഡീഞരമ്പുകളിൽ കൂടി അനുസ്യൂതൻ രക്തം പ്രവഹിക്കണമെങ്കിൽ പ്രാണൻ വളരെ പ്രബലമായിരിക്കണം. പ്രാണൻ എവിടെയെങ്കിലും കൺജസ്റ്റഡ് ആയിപ്പോയാൽ അവിടെ രക്തോട്ടം കുറഞ്ഞു പോകും. അപ്പൊ ഈ പ്രാണനെ നന്നായിട്ട് യമിക്കേണ്ടതുണ്ട്, നിയമിക്കേണ്ടതുണ്ട്. അപ്പൊ അതിന്റെ ഒരു പ്രോസസ്സാണ് പ്രാണായാമം. സാധാരണ മനുഷ്യന് ചെയ്യാവുന്നത് ലഘു പ്രാണായാമം എങ്കിലും ശീലിക്കണം. അതായത് വളരെ സ്ലോയിൽ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും ശ്വാസകോശം നിറഞ്ഞു എന്ന് തോന്നുമ്പോൾ വളരെ സാവധാനം പുറത്തേക്ക് വിടുകയും ചെയ്യുക. ഇത് ഈ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ വരാതിരിക്കാനും നല്ലതാ. ആസ്മ പോലെയുള്ള അസുഖങ്ങൾക്ക് ഏറ്റവും നല്ല റെമഡിയും ഇത് തന്നെയാണ്. വളരെ സ്ലോയില് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും അതേപോലെ തന്നെ പുറത്തേക്ക് വിടുകയും ചെയ്യുക. ഈ പ്രാണായാമ പരിശീലനം കൊണ്ട് 2 ആധ്യാത്മിക വളർച്ചയെയും ശാരീരികമായ ആരോഗ്യത്തിന്റെ സന്തുലിതാവസ്ഥ സൂക്ഷിക്കുന്നതിനും സഹായിക്കും. അതുകൊണ്ട് പ്രാണായാമം ഏവരും ചെയ്യണം. ആധ്യാത്മിക താല്പര്യമുള്ളവരായിരുന്നാലും ഇല്ലാത്തവരായിരുന്നാലും പ്രാണായാമം ചെയ്താൽ അയാൾക്ക് നല്ല ആരോഗ്യം, എല്ലാ തരത്തിലുള്ള മേന്മകളും ഉണ്ടാവാൻ അത് സഹായിക്കുന്നതാണ്. നല്ല രീതിയിൽ കാഴ്ചയും കേൾവിയും അല്ലെങ്കിൽ ദശേന്ദ്രിയങ്ങളുടെ പ്രവർത്തനവും നല്ല ഭംഗിയായിട്ട് നിൽക്കുവാൻ, ശ്വാസകോശം നന്നായിട്ട് പ്രവർത്തിക്കുവാൻ, അതേപോലെ തന്നെ ഹൃദയത്തിന്റെ പ്രവർത്തനങ്ങൾ ഉജ്ജ്വലമാകുവാനൊക്കെ അത് സഹായിക്കുന്നുണ്ട്. സർവോപരി നാഡീശുദ്ധി, രക്തശുദ്ധി തുടങ്ങിയ കാര്യങ്ങൾ, രക്തശുദ്ധീകരണം നന്നായിട്ട് നടക്കും പ്രാണായാമത്തിൽ കൂടി. ശരീരത്തിലെ അഴുക്കുകളൊക്കെ ഒരു പരിധിവരെ അടിഞ്ഞുകൂടുന്നത് രക്തത്തിലാണ്. അപ്പൊ ഈ രക്തത്തിലുള്ള അഴുക്കുകളെ എങ്ങനെയാണ് കളയുക? വേനൽക്കാലത്ത് ഓടകളിലൊക്കെ ധാരാളം ചപ്പും ചവറും കരിയിലയൊക്കെ വന്ന് വീഴും. മഴക്കാലത്തിന് മുമ്പ് അത് ക്ലീൻ ചെയ്തില്ലെങ്കിൽ ഓടയ്ക്കകത്തൂടെ വേണ്ടതുപോലെ വെള്ളം പോവില്ല. അതേപോലെ ശരീരത്തിലുള്ള അഴുക്കുകളെ ഒഴുക്കിക്കളയണം. അതിന് ഏറ്റവും സഹായിക്കുന്നു പ്രാണായാമം. രക്തശുദ്ധീകരണത്തിന് ഏറ്റവും നല്ല ഒരു മാർഗമാണ് ഈ പ്രാണായാമ പരിശീലനം. ഇപ്പൊ അഷ്ടാംഗയോഗം എന്ന് പറയുന്ന ഈ യോഗശാസ്ത്രമൊക്കെ പരിശീലിക്കുന്നയാൾക്ക് ശാരീരികമായിട്ടുള്ള പുഷ്ടിയും അത് ആധ്യാത്മിക മാർഗത്തിലേക്ക് തിരിച്ചു വെക്കുന്നയാളാണെങ്കിൽ ആധ്യാത്മികമായ
ഉയർച്ചയും ഉണ്ടായി വരും. അപ്പൊ അതുകൊണ്ട് പ്രാണായാമം ശീലിക്കുന്നത് ഏറ്റവും അഭികാമ്യമാണ്. പ്രാണായാമം ശീലിക്കണമേ എന്ന് ഇവിടെ ഭജഗോവിന്ദ കർത്താവ് പറയുകയാണ്. ഗുരു ഇതൊക്കെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത ആളാണ്. അഷ്ടാംഗയോഗ മാർഗചാരിയായ തൈക്കാട്ടയ്യാവ് സ്വാമിയിൽ നിന്ന് ഗുരു അഷ്ടാംഗയോഗം പഠിച്ചിരുന്നു. അതിനു മുമ്പ് തന്നെ ചെറുപ്പത്തിൽ തന്നെ ഗുരുവിന് ഇതൊക്കെ ജന്മസിദ്ധമായിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്റെ സാധനാനുഷ്ഠാനങ്ങളിലെ പ്രാണായാമവും പ്രത്യാഹാരവും ധാരണ ധ്യാന സമാധികളൊക്കെ ചെറുപ്പം മുതലേ ഗുരുവിന്റെ ജീവിതത്തിൽ കാണാം. വിശേഷിച്ച് അയ്യാവ് സ്വാമിയുടെ അടുത്തെത്തി അയ്യാവ് സ്വാമി കുറച്ച് ദിവസം ഏതാനും ദിവസങ്ങള് അഷ്ടാംഗയോഗമൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ തന്നെ ഗുരു അത് വളരെ വേഗം പഠിച്ച് അത് ചെയ്യുവാനായിട്ട് തയ്യാറായപ്പോൾ ഏതാണ്ട് ഒരാഴ്ച കൊണ്ട് തന്നെ അയ്യാവ് സ്വാമി പറയുന്നുണ്ട്, നിന്റെ പഠനമൊക്കെ ഇവിടുത്തെ പൂർത്തിയായി, ഇനിയും ഏകാന്തതയിൽ പോയിരുന്ന് മരുത്വാമലയിൽ തപസ് ചെയ്തു എന്ന് പറഞ്ഞ് അഷ്ടാംഗയോഗത്തിന്റെ മാർഗമൊക്കെ തൽക്കാലം ഉപേക്ഷിച്ചു പോവാൻ ഗുരുവിനെ നിർബന്ധിക്കുന്നതും അയ്യാവ് സ്വാമി തന്നെയാണ്. അപ്പൊ ഇതൊക്കെ നമുക്ക് ആദ്യത്തെ ആളുകളെന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ബാല്യ അവസ്ഥയില് ആധ്യാത്മിക മാർഗത്തിൽ ബാല്യാവസ്ഥയില് നടക്കുന്ന ആളുകൾ ഇതൊക്കെ ഇത് പരിശീലിക്കുന്നത് നന്നായിരിക്കും. അപ്പൊ അത്തരത്തില് ചില അനുഷ്ഠാനങ്ങളൊക്കെ ചെയ്യുവാൻ കൂടി നമ്മൾ തയ്യാറാവണം. അദ്വൈതിയായിട്ടുള്ള ഒരുവന് ബാക്കി എല്ലാ കാര്യങ്ങളും സ്വീകാര്യമാണെന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു. ദ്വൈതവും വിശിഷ്ടാദ്വൈതവും ഒക്കെ അവർക്ക് സമ്മതമാണ്. അപ്പൊ അതുകൊണ്ട് ഗുരു യോഗശാസ്ത്രത്തെയൊക്കെ അതിൻ്റെതായിട്ടുള്ള തലത്തിൽ അംഗീകരിച്ചിട്ടുണ്ട്. ആത്യന്തികമായ നിലയിൽ വരുമ്പോൾ അതിന് നിലനിൽപ്പ് മറ്റേതിന്റെ മുമ്പിൽ ഇച്ചിരൊക്കെ ചെറുതാണെങ്കിൽ പോലും അതിനതിൻ്റെതായിട്ടുള്ള ഒരു പ്രാധാന്യം കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഗുരുവിന്റെ ആ മഹനീയമായ ആ ഒരു ദർശനത്തിലൂടെ നമുക്ക് യാത്ര ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള അനുഷ്ഠാനങ്ങളുടെ ചെയ്തു പോകുന്നത് വളരെ നന്നായിരിക്കും. അത്തരത്തില് ഉള്ള വെളിച്ചം കാണിച്ചെന്ന ഗുരുവിനെ നമിക്കാം. നന്ദി.